അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യങ്ങളോട് ഞാൻ പറയട്ടെ. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ മറ്റുള്ളവനോട് ചെയ്യേന്ന് പറയരുത്. ഇപ്പം നമ്മൾ നിസ്കരിക്കണില്ല, അപ്പം നമ്മൾ മറ്റുള്ളവനോട് പോയിട്ട് നിസ്കരിക്കാൻ പറയരുത്. നമ്മൾ നോമ്പ് നോൽക്കണില്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് പോയിട്ട് നോമ്പ് നോൽക്കാൻ പറയരുത്. നമ്മൾ കളവ് പറയുന്ന ആളാണെങ്കിൽ നമ്മൾ കളവ് പറയല്ലേ എന്ന് പറയരുത്. അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് കുട്ടിനെടുത്തിട്ട് ഒരു സ്വഹാബി ഓടി വരുന്നുണ്ട്. നബിയേ, എൻ്റെ കുട്ടി നല്ലോണം മധുരം കഴിക്കും നബിയെ, എൻ്റെ കുട്ടിയെ ഒന്ന് ഉപദേശിക്കുമോ നിങ്ങൾ? കാരണം അള്ളാന്റെ റസൂൽ ഉപദേശിച്ചാൽ കുട്ടികളൊക്കെ കേൾക്കും. കുട്ടികൾക്ക് അത്ര ഇഷ്ടമാണ് റസൂലുള്ളാനെ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ പോയിട്ട് നാളെ വരുന്നു. അങ്ങനെ ആ സ്വഹാബി കുട്ടീനെ എടുത്തിട്ട് പിറ്റേ ദിവസം വന്നു. പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ കുട്ടി നല്ലോണം മധുരം കഴിക്കും, ഒന്ന് ഉപദേശിക്കും നബിയെ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ പിറ്റേ ദിവസം വരുന്നു. അങ്ങനെ മൂന്നാമത്തെ ദിവസവും വന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ പോയിട്ട് പിറ്റേ ദിവസം വരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. പിന്നെയും ആ സ്വഹാബി റസൂലുള്ളാന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ മകൻ വല്ലാതെ മധുരം കഴിക്കുന്നുണ്ട്, അങ്ങൊന്ന് ഉപദേശിക്കും നബിയെ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, മോനെ, നീ മധുരം കഴിക്കരുത് കേട്ടോ. അപ്പോൾ ആ സ്വഹാബി റസൂലുള്ളാനോട് ചോദിച്ചു, തരേ നബിയെ, ഇത് ആദ്യം തന്നെ പറഞ്ഞാൽ പോരാന്നല്ലേ, എന്തിനാണ് 3 പ്രാവശ്യം ഞങ്ങളെ മടക്കി വിട്ടത്? അപ്പോൾ റസൂലുള്ള ആ സ്വഹാബിയോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ 3 പ്രാവശ്യം വന്നപ്പോൾ ഞാൻ മധുരം കഴിക്കുന്ന ആളായിരുന്നു. എനിക്ക് ആ കുട്ടിയോട് ഉപദേശിക്കാൻ ഒരു യോഗ്യതയില്ല. പിന്നെ ഞാൻ മെല്ലെ മെല്ലെ മധുരം കഴിക്കുന്നത് നിർത്തിയ സമയത്ത് എനിക്ക് ആ കുട്ടിയോട് ഉപദേശിക്കാൻ അർഹത ഉണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം മറ്റുള്ളവനോട് ഉപദേശിക്കാൻ നിൽക്കരുത്.